ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ജാക്സൺ ടോക്സ്. അപ്പോൾ അടുത്ത ദിവസം തുടങ്ങി നമ്മളൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓൾറെഡി കോളേജിലെത്തിയിരുന്നു, കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ എൻ്റെ കോളേജിലെത്തി. ഞങ്ങൾ പോസ്റ്റിങ്ങിൽ പോകാനായിട്ട് ബസ്സിലേക്ക് കയറാൻ പോവാട്ടോ. അങ്ങനെ അവിടെ നിന്ന് ആണ് സർപ്രൈസ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ സർപ്രൈസ് എന്തായിരുന്നു വെച്ചാൽ, ഇന്നുണ്ട് ഞങ്ങൾക്ക് വിസിറ്റ്. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ വന്നേക്കാട്ട പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓരോ സാധനങ്ങളായിട്ട് മേടിക്കുകയാണ്. സോ ഇവിടെ ഇവർ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ബാക്കി ടീം മെമ്പേഴ്സ് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടാ. ജോസു, നീ പർച്ചേസ് ചെയ്ത് കാണിക്കതേ. ഉള്ളി, നിത്യ, ഗ്രീഷ്മ, ഞങ്ങളെല്ലാം ഹ്യൂജ് ഇതാണ് ഓരോ ഗ്രൂപ്പായിട്ട് മേടിച്ചേക്കുന്നത്. പിന്നെ ഞങ്ങളുടെ മാമിൻ്റെ വക രണ്ട് ചാക്കുണ്ട്, 10 കിലോ ഉണ്ട്, അങ്ങനെ 20 kg. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതേ പോവാട്ടോ. ഞാൻ മാർക്കറ്റ് ഇവിടെയൊക്കെ നടന്ന് തെണ്ടി ഓരോന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതേ നല്ല ചീര. ഞങ്ങള് ബസ്സിലേക്ക് കയറാൻ പോയത് ഇതായിട്ട് ഞങ്ങളുടെ ലേഡി കോഷൻ ഹോസ്പിറ്റലിൽ. അടുത്ത മാസം ഇനി ഞങ്ങൾ ഇവിടെ വരും. ഓൾറെഡി ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട് കേട്ടാ. സോ ഞങ്ങൾ സാധനങ്ങൾ നോ ദേ സോ മെനി തിങ്സ് വി പർച്ചേസ് ഫൈനലി. ഞങ്ങൾ പർച്ചേസ് എല്ലാവരും കഴിഞ്ഞു. ബസ്സിൽ കയറി തിരിച്ച് പോവാട്ടാ. സോ ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി. ഇത് നമ്മുടെ വെലൻഷ്യയിലുള്ള ഇൻഫൻറ്റ് ജീസസ് കോൺവെൻറ്റിലാണ്. സോ ഞങ്ങളെല്ലാവരും തിങ്സ് എല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്നേക്കുന്ന സ്ഥലം. ഇവിടെ കുറേ ആൾക്കാരുണ്ടിട്ട് നമ്മൾ ഇന്നലെ പോയ പോലെയല്ല. ഇവിടെ 200 ആൾക്കാരൊക്കെ ഉണ്ട്, പേഷ്യൻസ് ഉണ്ട്. അതായത് ഇവിടെ മെൻ്റൽ റിട്ടാർഡൻ പ്ലസ് ഓൾഡ് ഏജ് ഹോം അങ്ങനെയാണ്. ഇതുവരെ പഴയ ചാപ്പലാന്ന് പറയുന്നത്. ഇന്നും ഇവിടെ അവർക്ക് പ്രയറൊക്കെ ഉണ്ട്. ഈ ബിൽഡിങ്ങിന് തന്നെ 150 years ഏജ് ആയിട്ടുണ്ട്. ഇവരിപ്പോൾ ഇവിടെ കുറച്ച് റിനോവേഷൻ വർക്ക്സ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു നേരോ വഴിക്കൂടെ പോയിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാപ്പൽ. ദെൻ അവിടുന്ന് ദൈ സിസ്റ്ററാണ്. അപ്പോൾ വിസിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്താ പറയുക, ഭയങ്കര ഒന്നാമത്തെ സോ വെരി ഗുഡ് എൻവയോൺമെൻറ്റ്. നല്ല മരങ്ങളും തണുപ്പൊക്കെ ആയിട്ട് നല്ല എൻവയോൺമെൻറ്റ്. പിന്നെ പോരാണ്ട് അതായത് ഇവിടെ മെൻസും ഉണ്ട് വുമൻസും ഉണ്ട്. അറൗണ്ട് 225-50. അതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള കെയർ, സ്വന്തമായിട്ട് ബെഡ്, അങ്ങനെ അല്ല ഫുള്ള് സാധനങ്ങളുണ്ട്. ലൈക്ക് എന്താ പറയുക, ഏറ്റവും ഇത് പറയാനുള്ളത് നീറ്റ്നെസ്, നല്ല വൃത്തിയും വെടുപ്പും, എന്താ പറയുക, കെയർ, മെഡിസിൻസ് അങ്ങനെ കൊടുക്കാൻ സിസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. നേഴ്സുമാരൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വരും, കറക്റ്റ് നേരത്തിന് മെഡിസിൻ കൊടുക്കുക, ഫുഡ് കൊടുക്കാൻ വേറെ ഇവിടെ തന്നെ അവരെ നോക്കാൻ വേറെ കെയർ ടേക്കേഴ്സ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനോട് അറ്റാച്ച്ഡ് കോൺവെൻ്റ് ഉണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാം നല്ല എന്താ പറയുക, ഓർഗനൈസ്ഡ് ആണ്. നല്ലൊരു ഓർഗനൈസേഷനാണ് കേട്ടോ ഇതിൻ്റെ. ലൈക്ക് ഇൻഫൻറ്റ് മേരി കോൺവെൻറ്റ്. ഇത് നമ്മുടെ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കാണണം. നമ്മുടെ മാംഗ്ലൂരാണ് വരുന്നത് ഇത്. അത് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ. ഇപ്പോൾ ഇവിടെ റിനോവേഷൻ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു 150 years ഓൾഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ മെൻസിന് ഓൾറെഡി പുതിയ ബിൽഡിങ്ങിലാണ് മെൻസ് നിൽക്കുന്നത്. ലേഡീസിന് അവർ റിനോവേഷൻ ചെയ്ത് ഓരോ ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ ബിൽഡിങ്ങിലേക്ക്. അപ്പോൾ പഴയ ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്യും, എന്നിട്ട് പുതിയത് പണിതിട്ട് അവരെ വീണ്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ അവർ ചെയ്യാണ്. ലൈക്ക് വെൽ ഓർഗനൈസ്ഡ് ആണ്. ഇവിടെ മെയിൻലി എല്ലാം നോക്കി നടത്തുന്നത് ഒരു സിസ്റ്റർ തന്നെയാണ്, എല്ലാത്തിൻ്റെയും ഹെഡ്. അങ്ങനെ ഓരോ സെക്ഷൻ, അതായത് എല്ലാവരും കൂടി ഒന്നിച്ചല്ല. ഇവിടെ ഓരോ ലൈക്ക് നിലയാണ്. ഒരു 3-4 സെക്ഷനായിട്ടാണ്. വുമൻസിനൊരു ബിൽഡിംഗ്, മെൻസിനൊരു ബിൽഡിംഗ്, വുമൻസിന് ബാക്കിലൊരു ബിൽഡിംഗ്, ദെൻ ഇവിടെ 2 buildings അങ്ങനെയൊക്കെ ആയിട്ട് ലൈക്ക് വെൽ സ്ട്രക്ചേർഡ് എന്താ പറയുക ഒരു ഇതാണ് ഇവിടെ.
ലൈക്ക് നമുക്കിവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ. പിന്നെ ഞങ്ങൾ അവിടെ വേറൊരു വുമൻസിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ ഞങ്ങൾ കുറേ പേര് ഡാൻസ് കളിച്ചു, പാട്ട് പാടി. ഞങ്ങളെല്ലാവരും അവർ ഞങ്ങളുടെ കൂടെ കളിച്ചു. അവർ ഞങ്ങൾ വെൽക്കം ചെയ്തു, ഒരു പാട്ടൊക്കെ പാടി, ലൈക്ക് വെൽക്കം വെൽക്കം എന്തോ പാടിയിട്ടൊരു വെൽക്കം ഒക്കെ ചെയ്തു. It was very nice. Like we should all have to see, once we have to come here and we should have to experience this. ലൈക്ക് നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്കും ഉള്ളിൽ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അത്രയും മനോഹരമാണെന്ന് നമുക്ക് തോന്നും. ദ പീപ്പിൾ ഹു ആർ തിങ്കിങ് ലൈക്ക് മൈ ലൈഫ് ഈസ് ഗോയിങ് ടു വെരി ബാഡ് ഓർ ഐ എം ഡൺ വിത്ത് മൈ ലൈഫ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇവിടെയൊക്കെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര നല്ലൊരു, എനിക്ക് ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഇത് അങ്ങനെ തോന്നി. അപ്പോൾ എനിക്കതെന്തോ നിങ്ങളോട് എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ അങ്ങനെ ഞങ്ങൾ വന്ന് ഫീഡ്ബാക്ക് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നല്ലൊരു ഫീഡ്ബാക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. മെയിൻലി ഞാൻ ഇവർ ഓർഗനൈസേഷനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇവിടുത്തെ പേഷ്യൻസ് ആയാലും ഞങ്ങളവിടെ പോയപ്പോൾ അവർ ഓടി വന്നിട്ട് ഞങ്ങളെ വെൽക്കം ചെയ്യണു, ഹഗ് ചെയ്യണു, താങ്ക്സ് പറയണു, ഷെയ്ക്ക് ഉണ്ട് തരുന്നു. ഭയങ്കര ഹാപ്പി, ഞങ്ങളെക്കാൾ ഹാപ്പി അവരെ കൂടിച്ച് വന്നപ്പോൾ അവരെല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈക്ക് ഓൾ ഓഫ് us are talking each other. Then even though in patients only അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്യും. ലൈക്ക് സിസ്റ്റേഴ്സും കെയർ ടേക്കേഴ്സും ഉണ്ടെങ്കിലും അവർ തന്നെ ചില പേഷ്യൻസ്, അത്രയും വയ്യാത്ത പേഷ്യൻസ് ഉണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് മറ്റേ പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പം അങ്ങനെ ഭയങ്കര ഒരു നല്ലൊരു ഇതാണ് കേട്ടോ ഇവിടെ. അങ്ങനെ എന്തോ പറയുക, ഇറ്റ്സ് വാസ് വെരി നൈസ്, ഇറ്റ്സ് വാസ് വെരി ഗുഡ് എക്സ്പീരിയൻസ്. വി ഷുഡ് ഹാവ് ടു കം ഹിയർ വൺസ് ആൻഡ് വിസിറ്റ് ഹിയർ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ബസ് വരും, ബസ് വന്നാൽ കയ്യിൽ കയറി നേരെ കോളേജിൽ പോകാം. അങ്ങനെ വിസിറ്റ് കഴിഞ്ഞു, ഞങ്ങൾ വന്നു. അപ്പോൾ ഇന്ന് നല്ല ദിവസമായിരുന്നു. രാവിലെ കോളേജിൽ പോയി, അവിടെ നിന്ന് ഞങ്ങൾ മാർക്കറ്റിൽ പോയി. അവർക്ക് കുറച്ച് വെജിറ്റബിൾസാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചു കൊടുത്തത്. വെജിറ്റബിൾസൊക്കെ കുറേ ഞങ്ങൾ അതും ഇതൊക്കെ ആയിട്ട് മേടിച്ചു. ലൈക്ക് സവോള, ഉരുളൻകിഴങ്ങ്, തക്കാളി, കോവയ്ക്ക, പിന്നെ ക്യാബേജ്, ബീട്രൂട്ട്, റാഡിഷ്, അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു. പഞ്ചസാര, ചായപ്പൊടി, അരി, അങ്ങനെ കുറേ ഞങ്ങളെല്ലാവരും കൂടി മേടിച്ചു. എന്നിട്ട് അതൊക്കെ അവിടെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങളവിടെ ഫുള്ള്, ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അവിടുത്തെ ഹെഡ്. അങ്ങനെ അവർ ഞങ്ങളെല്ലാ സ്ഥലം കാണിച്ചു, അവരോട് സംസാരിച്ച് അങ്ങനെ അവിടെ ഫുള്ള് കറങ്ങി. അങ്ങനെ എന്നിട്ട് തിരിച്ച് കോളേജിൽ വന്നു. എന്നിട്ടിപ്പോൾ വീട്ടിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നമ്മൾ ഇടയ്ക്കെങ്കിലും ഇങ്ങനത്തെ കുറേ സ്ഥലമൊക്കെ പോയി നമ്മൾ വിസിറ്റ് ചെയ്യണം. വെരി നൈസ്. വി വർ വെരി ഹാപ്പി, ഈവൻ ദോ ദേ ഓൾസോ വാസ് വെരി ഹാപ്പി. അങ്ങനെ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇവിടെ കഴിഞ്ഞു. സോ അപ്പം ഇനി അടുത്ത ദിവസം. അപ്പോൾ ഓക്കെ, ബൈ.